മതവിദ്വേഷ പരാമർശ കേസിൽ മുൻ എംഎൽഎയും ബിജെപി നേതാവുമായ പി.സി. ജോർജ് തിങ്കളാഴ്ച പോലീസിന് മുന്നിൽ ഹാജരാകും. ഹാജരാകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് പി.സി. ജോർജ് പോലീസിന് അപേക്ഷ നൽകി. അതേസമയം പി.സി. ജോർജ് മാപ്പ് പറഞ്ഞിട്ടും അറസ്റ്റിലൂടെ വിഷയം സജീവമാക്കി നിർത്തി. കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന ആരോപണവുമായി മകൻ ഷോൺ ജോർജ് രംഗത്തെത്തി. വിദ്വേഷ പരാമർശത്തിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ ഉന്നതതലത്തിൽ നിന്നും നിർദ്ദേശമുണ്ടായത്. ഡിജിപിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ശനിയാഴ്ച 2 തവണ പോലീസ് വീട്ടിലെത്തിയിട്ടും പി.സി. ജോർജ് വീട്ടിലില്ലാതിരുന്നതിനാൽ നോട്ടീസ് കൈപ്പറ്റിയില്ല. അതേസമയം വിദ്വേഷ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞിട്ടും പി.സിയെ വേട്ടയാടുകയാണെന്ന് മകൻ ഷോൺ ജോർജ് പറഞ്ഞു. ഈരാറ്റുപേട്ട സിഐയുടെ ഓഫീസും ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയും മുനിസിപ്പാലിറ്റിയും അടക്കം ഈരാറ്റുപേട്ടയിൽ ഇന്ന് കാണുന്നതെല്ലാം പി.സി. ജോർജ് ഉണ്ടാക്കിയതാണെന്നും ഷോൺ ജോർജ് അവകാശപ്പെട്ടു. അദ്ദേഹം ഒത്തിരി സ്നേഹിച്ച ഒരു സമൂഹം വഴിതെറ്റിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അവരിലെല്ലാവരും തീവ്രവാദികളാണെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഈരാറ്റുപേട്ടയിൽ ഉണ്ടെന്ന് പറയാനും ഈ നാടിന് ആപത്തുണ്ടാകുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ 30-ലധികം വർഷം ജനപ്രതിനിധിയായിരുന്ന ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യം നേടിയെടുത്തേ പറ്റൂവെന്നും ഷോൺ ജോർജ് പറഞ്ഞു. നിയമത്തെ നിയമം കൊണ്ട് തന്നെ നേരിടും. തീവ്രവാദ സംഘടനകൾക്കെതിരെ പി.സി. ജോർജിന്റെ പോരാട്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പോരാട്ടം അദ്ദേഹം തുടരുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഹാജരാകുമെന്ന് പോലീസിനോട് അറിയിച്ചിട്ടുണ്ട്. അവർ മറുപടി തന്നിട്ടില്ല. ഓടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് ഈരാറ്റുപേട്ട പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പി.സി. ജോർജിനെതിരെ കേസെടുത്തത്. അമൃത ന്യൂസ്, കോട്ടയം.